അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുത്തുമണീസ് ഇന്ന് നമ്മൾ അട വെച്ചിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പാലട പായസം എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ അല്ലേ. നല്ല പിങ്ക് കളറുള്ള പാലട പായസം കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അത് അട പാക്കൊക്കെ പൊട്ടിച്ചിട്ട് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ അട വെച്ചിട്ടാട്ടോ ഞാൻ പായസം ഉണ്ടാക്കുന്നത്. വൈറ്റ് കളറിലുള്ള റൈസ് അടയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അട നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. എന്തായാലും അട വെള്ളത്തിൽ നല്ലതുപോലെ മുങ്ങി കിടക്കണം. അട വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിയായിട്ട് വരുന്ന സംഗതിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അട നല്ലതുപോലെ വെന്ത് കിട്ടും. പാൽ ഇതാ നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ പാലുണ്ട് കേട്ടോ അത്. അപ്പോൾ മുത്തുമണീസ് വീഡിയോക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും കേട്ടോ. നമ്മളെ ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബർത്ത്ഡേൻ്റെ വീഡിയോ, ലുലുമോളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ പായസാട്ടത്. അന്ന് ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് ഞാൻ ഇപ്പോഴത് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള അട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വേവിച്ചെടുത്തിട്ടുള്ള അട കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലൊരു പാത്രത്തിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള അട മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കുക്കറിൽ നിറഞ്ഞ് നിൽക്കൂട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര മധുരമാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ 2 ലിറ്റർ പാല് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. അങ്ങനെ നമ്മളെ പായസം നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. മിൽമൻ്റെ നെയ്യാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോക്ക് കുറച്ച് ക്ലിയർ കുറവാണ്. ഓണത്തിന് സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആട്ടത്. നമ്മൾ പിങ്ക് കളർ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പിങ്ക് കളർ കിട്ടാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വലിയൊരു സംഭവം ഒന്നല്ല ചെയ്യണത്. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാട്ടോ ചെയ്യണത്. അങ്ങനെ നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടിൽ കടന്നിട്ട് മെൽറ്റായി വരട്ടെ. അപ്പോൾ അതാ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ ആ ചൂടിൽ കടന്നിട്ട് നല്ലതുപോലെ മെൽറ്റായി വരും. അപ്പോൾ അത് കാരമലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നേരെ എടുത്തിട്ട് നമ്മളെ തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് കാരമലൈസ് ചെയ്യരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് എടുക്കാൻ നോക്കട്ടെ, കളർ മാറി വന്നാൽ, അല്ലെങ്കിൽ അതൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. നല്ല ഭംഗിയുള്ള പിങ്ക് കളറുള്ള പാലട പായസം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്ര തന്നെ ഒരു പിങ്ക് കളറായി നിങ്ങൾക്ക് തോന്നൂല കാണുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പാത്രം പായസമൊക്കെ ഒരു കളറാട്ടോ. അതുകൊണ്ട് അത്ര തന്നെ ഒരു പിങ്ക് കളറായി നമുക്ക് തോന്നൂല. പക്ഷേ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പിങ്ക് കളർ പാലട പായസമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാലട പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പാലട പായസത്തിന്. ഇപ്പം മിൽക്ക് മെയ്ഡ് ഇവിടെ സ്റ്റോക്ക് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.